കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 2 ആഴ്ചയാണ് ബാക്കി നിൽക്കുന്നത്. ഏതൊരു തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയങ്ങൾ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമായിരിക്കണം എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വികസനത്തിലും ക്ഷേമത്തിലും ഊന്നി നിന്നുകൊണ്ടുള്ള ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങളാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. പ്രത്യേകിച്ചും 10 വർഷം നീണ്ട ഇടതുപക്ഷ ഭരണത്തിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം അതിശയകരമാണ്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറി എന്നതാണ് വസ്തുത. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്താണ് കേരളം തുടരുന്നത്. ഏത് രംഗമെടുത്താലും ഈ മികവ് കാണാൻ പറ്റും. മുൻപ് വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ 28-ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ നാട്, സംസ്ഥാനം. എന്നാൽ ഇപ്പോ 28-ാം സ്ഥാനത്ത് നിന്നും അക്കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കേരളം എത്തി. ഞാൻ ഓരോ മേഖലയിലെ നേട്ടങ്ങൾ ഇങ്ങനെ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന മഹത്തായ നേട്ടങ്ങൾ, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ വൻകിട വികസന പദ്ധതികൾ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയ ക്ഷേമ നടപടികൾ, ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ ഇടതുപക്ഷ ഭരണത്തിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ അവതരിപ്പിക്കുകയും പുതിയ കേരളത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഈ വികസനത്തിന്റെ തുടർച്ചയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുമായി പങ്കുവയ്ക്കുകയും ഒക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വികസനവും ക്ഷേമവും ചർച്ച ചെയ്യാൻ UDF സന്നദ്ധമേ അല്ല. UDF ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടാ എന്നൊരു നിലയാണ് സ്വീകരിച്ചതായി കാണുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിവാദത്തിൽ മുക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഈ അജണ്ടയോടുകൂടിയാണ് UDFന്റെ നേതൃത്വം മുൻപോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയ അവിവേകത്തിനാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും കൂട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ പ്രസംഗം ഈ രാഷ്ട്രീയ അവിവേകത്തിന് അടിവരയിടുന്നതാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ആരോപിക്കുന്നത് ഡീലുണ്ട് എന്നാണ്. CJP എന്ന് പറയുന്നത്. CJP എന്നത് യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ കോൺഗ്രസ് ജനതാ പാർട്ടിയാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിലുടനീളം പ്രകടമായിട്ടുള്ളതാണ്. ഒരു രഹസ്യമല്ല, ഒരാരോപണവുമല്ല. കോൺഗ്രസിന്റെയും RSSന്റെയും ബാന്ധവം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കേരള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തെ RSS പിന്തുണയ്ക്കുന്നത് വിമോചന സമരത്തെയാണ്. വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിലാണ്, അഥവാ 2-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കേരളത്തിൽ ജനസംഘം മത്സരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 4 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് വന്നാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രചരണം ഒരു ഘട്ടം പിന്നിട്ടപ്പോഴാണ് കോൺഗ്രസുമായി ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ, പ്രചരണം നടക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളെ പിൻവലിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി A. രാഘവൻ നായരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. 960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ കോൺഗ്രസിനും ജനസംഘത്തിനും സംയുക്ത സ്ഥാനാർത്ഥികൾ RSSും കോൺഗ്രസും കൈകോർത്തു പിടിച്ചു. ഇതൊരു രഹസ്യധാരണയല്ല, പരസ്യമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. EMSനെ തോൽപ്പിക്കാൻ 60-ൽ കേരളത്തിലുണ്ടാക്കിയ ഡീലാണ് ഇന്നും തുടരുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഡീലാണ്. ആ ഡീലാണ് CJP എന്ന പേര് കോൺഗ്രസ് ജനതാ പാർട്ടിക്കാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേരുക എന്ന് തെളിയിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ 971-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പാലക്കാട് AKGയെ തോൽപ്പിക്കാൻ ഇതേ ഡീലുണ്ടായി.
അത്തവണ സ്ഥാനാർത്ഥിയായി വന്നത് RSSന്റെ ജില്ലാ കാര്യവാഹകാണ് പ്രൊഫസർ TC ഗോവിന്ദൻ. കോൺഗ്രസിന്റെ കൂടി സ്ഥാനാർത്ഥിയായി, സംയുക്ത സ്ഥാനാർത്ഥി. ഈ രണ്ട് പരീക്ഷണങ്ങളെയും ജനം തള്ളിക്കളഞ്ഞു എന്നത് വേറൊരു കാര്യം. പിന്നെ 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പരസ്യ ബാന്ധവം ഉണ്ടായത്. വടകരയും ബേപ്പൂരും നമ്മളെല്ലാവരും സമീപകാല സംഭവം എന്ന നിലയിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോ വടകരയും ബേപ്പൂരും കോലീബി സഖ്യം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് പൊട്ടി വീണതല്ല. 60-ൽ ആരംഭിച്ച പരസ്യ ബാന്ധവം തുടർന്നു വരുന്നതാണ്. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും രഹസ്യമായും ചിലയിടത്ത് പരസ്യമായുമെല്ലാം ഈ കൂട്ടുകെട്ട് മുൻപോട്ട് വന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ള ഒരു കൂട്ടുകെട്ടല്ല, എല്ലായ്പ്പോഴും ഈ കൂട്ടുകെട്ട് പ്രബലമായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ, വിശേഷിച്ച് CPIM-നെതിരെ ഏത് രംഗത്തും ഈ കൂട്ടുകെട്ട് ദൃഢമായി നിന്നു. ഇപ്പോ പ്രവീൺ തൊഗാഡിയ പാലക്കാട് കോഴിക്കോട്ട് വന്ന് വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയപ്പോൾ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു. ആ കേസ് പിൻവലിക്കണമെന്ന RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വിനീത വിധേയരായി ആ കേസ് പിൻവലിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം MG കോളേജിൽ വെച്ചാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞു കൊല്ലാൻ RSS ക്രിമിനൽ സംഘം ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും വധശ്രമത്തിന് കേസെടുത്തു. ആ പോലീസ് ഓഫീസറുടെ കാല് തന്നെ അന്ന് ബോംബാക്രമണത്തിൽ ചിതറുകയുണ്ടായി. RSSന്റെ അന്ത്യശാസനം വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. ഒരു മടിയും കൂടാതെ കേസ് പിൻവലിച്ചു കൊടുത്തു. കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് സംഘടനയുടെ താല്പര്യപ്രകാരം പിൻവലിച്ചു കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് KPCCയുടെ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിന്റെ നേതാവ്, കണ്ണൂരിലെ പാർലമെന്റ് അംഗം, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്ന് പരസ്യമായി പ്രസംഗിച്ചത്. ഇപ്പൊ ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് പുകമറ സൃഷ്ടിക്കുന്നവർ ഈ പർവ്വത സമാനമായ യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കരുത്. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്നാണ് കോൺഗ്രസിന്റെ നേതാവിന്റെ പ്രസംഗം. ഇതിന്റെ എല്ലാം തുടർച്ചയിലാണ് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഗോൾവൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുനിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തി ഗോൾവൾക്കറിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടി എന്നതാണ്. ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSS എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്? അങ്ങനെ ഒരു ക്ഷണം വന്നാൽ എന്തുകൊണ്ടാണ് ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചത്?